അപ്പം നമ്മൾ ഒരു അടിപൊളി ടോപ്പിക്കാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോണത്. സൈക്കോ അനാലിസിസ്, ലിറ്റററി ക്രിറ്റിസിസം പാർട്ട് 3 സൈക്കോ അനാലിസിസ് എന്ന പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറേ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നടന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എനിക്ക് പിന്നെ ഏറ്റവും ഞാൻ തന്നെ റിസർച്ചൊക്കെ നടത്തുന്ന ഒരു ഫീൽഡാണ് സ്വതന്ത്രമായിട്ട് റിസർച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, മേജർ തിയറിസ്റ്റിലെ ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കൺസിഡേർഡ് ആസ് എ ഫൗണ്ടിങ് ഫിഗർ ഓഫ് സൈക്കോ അനാലിസിസ്. ആളെന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അൺകോൺഷ്യസ്, ഈഡിപ്പസ് കോംപ്ലക്സ്, പിന്നെ ഡ്രീം അനാലിസിസ്, ഇതൊക്കെയാണ് ആളുടെ പ്രധാന സംഭവങ്ങൾ. ആൾ ഹ്യൂമൻ ബിഹേവിയറിലെ അൺകോൺഷ്യസ് ഡിസൈഴ്സിൻ്റെ പ്രാധാന്യം, പിന്നെ കോൺഫ്ലിക്ട്സ് വിച്ച് മാനിഫെസ്റ്റ്സ് ത്രൂ സൈക്കീസ് ഡിഫറെൻറ്റ് പാർട്സ്. അപ്പോൾ സൈക്കീസ് ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയുമോ? ദ ഇഡ്, പിന്നെ ഈഗോ, പിന്നെ സൂപ്പർ ഈഗോ. അടുത്ത ഒരു സൈക്കോ അനാലിസ്റ്റാണ് ജാക്കസ് ലാക്കൻ. അപ്പോൾ ജാക്കസ് ലാക്കൻ എന്താ പറഞ്ഞത്? ഹി എംഫസൈസ്ഡ് ഓൺ ലാംഗ്വേജ്, സെമിയോട്ടിക്സ് ആൻഡ് ഫിലോസഫി. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പോലെ ജസ്റ്റ് ബിഹേവിയർ മാത്രമല്ല അനലൈസ് ചെയ്ത്, ലാംഗ്വേജ് അനലൈസ് ചെയ്തു, സെമിയോട്ടിക്സ് അനലൈസ് ചെയ്തു, ഫിലോസഫിയും അനലൈസ് ചെയ്തു. അപ്പോൾ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇഡ്, സൂപ്പർ ഈഗോ അതൊക്കെ. അതേപോലെ ജാക്കസ് ലാക്കൻ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദ റിയൽ, പിന്നെ സിംബോളിക്, പിന്നെ ഇമാജിനറി. ഈ 3 സ്റ്റേജാണ് ആൾ പറഞ്ഞുള്ളത്. ഒരു കുട്ടി വളർന്ന് വലുതാവുമ്പോഴുള്ള സ്റ്റേജസാണ് ഇയാൾ പറഞ്ഞുള്ളത്, ഈ 3. പിന്നെ ആൾ പ്രധാനമായിട്ട് പറഞ്ഞുള്ളത് ദി അൺകോൺഷ്യസ് തോട്ട്സില്ലേ, നമ്മളുടെ അൺകോൺഷ്യസ് തോട്ട് ലാംഗ്വേജ് പോലെയാണ്. അതിന് ഓരോ റൂൾസൊക്കെ ഉണ്ടെന്നാണ് ആൾ പറഞ്ഞത്. ഗ്രാമർ അങ്ങനത്തെ ഒക്കെ സംഭവം, മെറ്റോണമി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അൺകോൺഷ്യസ് തോട്ട്സ് പ്രവർത്തിക്കാമെന്ന് ജാക്കസ് ലാക്കൻ പറഞ്ഞിട്ടുണ്ട്. ഈ ജാക്കസ് ലാക്കൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുകയാണെങ്കിൽ സെൽഫ്ഹുഡാണ്. ഒരാളുടെ സെൽഫ് എങ്ങനെ ഉണ്ടായി വരുന്നത് ത്രൂ ലാംഗ്വേജ്, പിന്നെ ഇൻട്രാക്ഷൻ വിത്ത് സറൗണ്ടിങ്സൊക്കെ. അപ്പോൾ നമുക്ക് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ നോക്കാം. ഇഡ് എന്ന് പറയുകയാണെങ്കിൽ ദി പ്രൈമൽ പാർട്ട് ഓഫ് ദി സൈക്കി ഡ്രിവൺ ബൈ ഇൻസ്റ്റിങ്ച്വൽ ഡിസൈഴ്സ്. എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമതൊരു ചിന്ത വേണ്ടാതെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ. നമ്മൾ പെട്ടെന്ന് ദേഷ്യം വന്ന ഒരാളെ അടിക്കും, അതേപോലെ സെക്ഷൽ ഡിസൈഴ്സ്, അതേപോലെ ഉറക്കം, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ വിശപ്പ്, ഇതൊക്കെയാണ് ഇഡിൽ വരാം. അങ്ങനത്തെ വികാരങ്ങൾ ആണ് ഇഡിൽ വരാം. രണ്ടാമത്തെ ഈഗോ എന്ന് പറയുകയാണെങ്കിൽ ഒരു ആളുടെ സൈക്കി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു പ്രധാന കാര്യമാണ് ഈഗോ. ഇപ്പോൾ ഇഡ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ അൺകോൺഷ്യസ് ആണ്, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. പക്ഷേ ഈഗോ കുറച്ച് കൾട്ടിവേറ്റഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ, ഇപ്പോൾ ഫീമെയിൽസിനോട് അട്രാക്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് പബ്ലിക്കിൽ അതൊക്കെ ബാക്കി പുറത്താരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളൊരു ഇതൊക്കെ വരില്ലേ, നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ്, എംബ്രാസ്മെൻ്റ് ഒക്കെ വരില്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, അയ്യോ വേറെ ആരെങ്കിലും കണ്ടാൽ ഇനി പ്രശ്നമാകുമോ എന്നൊക്കെ തോന്നില്ലേ. ആ ഇന്നർ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഇന്നർ ഡയലോഗ് വരാൻ കാരണം നമ്മൾ ഈഗോ ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറച്ചൊന്ന് കൺട്രോളിൽ വരുന്നത് ഈ ഈഗോ എന്ന് പറഞ്ഞ പാർട്ടാണ്. അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തത് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ മൊറാലിറ്റി, മനസാക്ഷി എന്നൊക്കെ പറയില്ലേ, അതാണ് സൂപ്പർ ഈഗോ. അപ്പോൾ ഈ ഇഡിനും സൂപ്പർ ഈഗോനെയും കൺട്രോൾ ചെയ്യണത് ഈഗോ ആണ്. രണ്ടാമത്തെ ആ സംഭവം എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് അൺകോൺഷ്യസും കുറച്ച് കോൺഷ്യസും ആണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ 3 കാര്യങ്ങളിലുള്ളത്. പിന്നെ ഡ്രീം മെക്കാനിസം, ഉറക്കത്തിലെ നമ്മൾ കാണുന്ന സ്വപ്നത്തിൻ്റെ മെക്കാനിസം ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു രസമുള്ള ഒരു കാര്യമാണ്. അതിൽ 2 കാര്യങ്ങളാണ് നമ്മളെ ഡ്രീംസിലുള്ളത്. ഒന്ന് മാനിഫെസ്റ്റ് കണ്ടൻറ്റും, രണ്ടാമത്തെ ലാറ്റൻ്റ് കണ്ടൻറ്റും. മാനിഫെസ്റ്റ് കണ്ടൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കണ്ട സ്വപ്നം കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവും. ആ കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവുന്ന സീനുകളില്ലേ, ആ സീനുകളാണ് മാനിഫെസ്റ്റ് കണ്ടൻറ്റ്. ഇനി ആ സീനുകളെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീപ്പായിട്ടുള്ള മീനിങ് കിട്ടും, ഹിഡൻ മീനിങ്. ആ ഹിഡൻ മീനിങ് ഇനിയാണ് ലാറ്റൻ്റ്
കണ്ടൻറ്റ് എന്ന് പറയാം. കാരണം ഈ ഹിഡൻ മീനിങ് എന്ന് പറയുന്നതേ ഈ ഡ്രീംസ് ഒന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊന്നും കാണിക്കില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പി കണ്ടുപിടിക്കണം എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന്. അടുത്തത് ഈഡിപ്പസ് കോംപ്ലക്സ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു മെയിൽ ചൈൽഡിന് ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ ആ കുട്ടിയുടെ അമ്മോട് ഉണ്ടാവുന്ന ഒരു അട്രാക്ഷൻ, ബോത്ത് സെക്ഷൽ ആൻഡ് നോൺ സെക്ഷൽ. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു റൈവൽറി അഗെയിൻസ്റ്റ് ദി ഫാദർ ഫിഗർ ഒരു കുറച്ചും കൂടി പാട്രിയാർക്കിയിൽ കാണുമ്പോൾ ഈ ചെറിയ ചെറുപ്പത്തിൽ ആൺകുട്ടികളായിട്ട് ജനിച്ച ചെറിയ ഉണ്ണികൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ചെറിയ കുട്ടികൾക്ക്. പിന്നെ അതേപോലെ തന്നെ ഗേൾ ചൈൽഡിന് ഇതേപോലെ തോന്നും. എന്നുവെച്ചാൽ അമ്മോട് ദേഷ്യപ്പെടുമ്പോൾ ഗേൾ ചൈൽഡിന് പെനിസ് എൻവി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് സിഗ്മണ്ട് ഫ്രോയിഡ് കൊണ്ടുവന്നതാണ്. ഫാദർ ഫിഗറിനോട് കുറച്ച് അടുപ്പം തോന്നും, എന്നുവെച്ചാൽ ഈ മദർ ഫിഗറിനോട് കുറച്ച് ദേഷ്യം തോന്നും. അപ്പോൾ ഇതൊക്കെ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞാലും ജാക്കസ് ലാക്കൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ ഇപ്പോഴും അത് പഠിക്കാനുണ്ട്. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ദി അൺകോൺഷ്യസിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ മൈൻഡ് ദാറ്റ് സ്റ്റോർസ് തോട്ട്, മെമ്മറീസ് ആൻഡ് ഡിസയേഴ്സ് ദാറ്റ് ആർ ഔട്ട്സൈഡ് കോൺഷ്യസ് അവയർനെസ്. നമ്മൾ തന്നെ കോൺഷ്യസ്ലി അവെയർ അല്ലാതെ നമ്മുടെ ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് അൺകോൺഷ്യസ്. അതാണ് നമ്മളെ ബിഹേവിയറിനെ നിശ്ചയിക്കുക. അല്ലാണ്ട് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ അറിയാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അൺകോൺഷ്യസ്. ഈ അൺകോൺഷ്യസ് കുറച്ചും കൂടി പ്രകടമാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് സിനിമ കാണുന്ന പോലെ നമ്മുടെ അൺകോൺഷ്യസ് തോട്ട്സ് ഇങ്ങനെ സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റും. അടുത്തത് മിറർ സ്റ്റേജ് കൊണ്ടുവന്നത് ജാക്കസ് ലാക്കനാണ്. അപ്പോൾ ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡ് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പിന്നെ പോവാം. മിറർ സ്റ്റേജ്. ഇനി ലാക്കൻ്റെ കഥ പറഞ്ഞത് എങ്ങനെയാണ്, ഒരാൾ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ ഒരു ഇമാജിനറി എന്ന് വെച്ചാൽ ഫാൻറ്റസി ആയിട്ടൊക്കെ തോന്നും. ഒരു ചെറിയ ഉണ്ണിയുടെ കാര്യമായിട്ട് പറയുന്നത്, ജനിച്ചൊരു കുട്ടി ബ്രെയിൻ ഡെവലപ്പായിട്ടുള്ളൂ. അങ്ങനെ ബ്രെയിൻ ഡെവലപ്പായിട്ട് ഒരു 6 മാസം 18 മാസമൊക്കെ ആകുമ്പോൾ മിററിൽ ആ കുട്ടിയുടെ ഇമേജ് ആ കുട്ടി തന്നെ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോഴാണ് കുട്ടിക്ക് ഫസ്റ്റത്തെ സ്റ്റേജ്, അതാണ് ഇമാജിനറി സ്റ്റേജ്, അല്ലെങ്കിൽ മിറർ സ്റ്റേജ് ആയിട്ട് ലിങ്ക് ചെയ്തതാണ് ഇമാജിനറി. അപ്പോഴാണ് ഫസ്റ്റത്തെ സെൽഫ് ഐഡൻറ്റിറ്റി രൂപപ്പെടുക. അപ്പോൾ നമ്മളുടെ ഇമേജ് ചെറുപ്പത്തിൽ ഇത് മിററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും, ഓ ഇതാണല്ലോ ഞാൻ, ഇങ്ങനെയാണല്ലോ ഞാൻ. അങ്ങനെ ഒരു ബൗണ്ടറി കോൺഷ്യസ്നെസ് വരും. അതുവരെ ഇല്ല എന്നാണ് ഇയാൾ പറയണത്. പക്ഷേ ഒരു മിററില്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ മിറർ കാണാമെന്നുള്ള കഥയൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ വെള്ളത്തിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുകയായിരിക്കും. പിന്നത്തെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സിംബോളിക്. അപ്പോൾ ഈ കുട്ടി ഇമാജിനറി സ്റ്റേജിൽ മിറർ നോക്കിയിട്ട് ഒരു ആദ്യത്തെ സെൽഫ് ഐഡൻറ്റിറ്റി രൂപപ്പെട്ടു. രണ്ടാമത്തെ സെൽഫ് ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നത് സിംബോളിക് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. എന്നുവെച്ചാൽ കുട്ടി ഒരു സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ ലാംഗ്വേജ് പഠിക്കും, കൾച്ചർ പഠിക്കും, ലോസ് പഠിക്കും. അപ്പം ഇങ്ങനെ ഇതൊക്കെ പഠിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെങ്ങനെ പെരുമാറുന്നൊക്കെ നോക്കും. ഈ ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിക്കുന്നത്, കൾച്ചർ എങ്ങനെ ഉപയോഗിക്കുന്നത്, നിയമങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ട് വേറൊരു ബൗണ്ടറി കോൺഷ്യസ്നെസ് വരും. അതാണ് സിംബോളിക്. അപ്പോൾ ഇതൊക്കെ ഈ സെൽഫ് എങ്ങനെ രൂപപ്പെടണമെന്നാട്ടാ ഇയാൾ പറയുന്നത്, ജാക്കസ് ലാക്കൻ. മൂന്നാമത്തേന്ന് വെച്ചാൽ റിയൽ എന്ന് പറഞ്ഞ സ്റ്റേജ് നമുക്കിപ്പോൾ പെട്ടെന്നൊരു നായ കടിക്കാൻ വന്നാൽ നമ്മൾ പെട്ടെന്നൊരു ഇതുണ്ടാവില്ലേ, പേടി, പെട്ടെന്ന് ഒരു ആൻസൈറ്റിയും പേടിയും എല്ലാം കൂടി വന്നിട്ട് നമ്മൾ ഓടും. അത് പക്ഷെ നമുക്ക് വിവരിക്കാൻ പറ്റില്ല വാക്കിൽ. നമ്മളിപ്പോൾ ആ കഥ നമ്മൾ വേറെ കൂട്ടുകാരോട് പോയിട്ട് നായ കടിക്കാൻ വന്നെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ പേടി വാക്കുകളിലൂടെ ആ സമയത്ത് നമുക്കുണ്ടായ ആ പേടി വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതിനാണ് റിയൽ എന്ന് പറയുക. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ റിയൽ എന്ന് പറയും. വാക്കുകളിൽ അടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ ട്രോമ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് റെഫറൻസ് ഒക്കെ കൊടുക്കാം, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതാണ് റിയൽ. അടുത്ത ടേം ജാക്കസ് ലാക്കൻ പറഞ്ഞത് ജോയ്സൻസ് എന്ന് പറഞ്ഞ ടേമാണ്. ജോയ്സൻസ് എന്ന് പറയുമ്പോൾ പ്ലഷർ വല്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പെയിനെയാണ് ജോയ്സൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ വല്ലാത്ത പ്ലഷറിൻ്റെ അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ നമ്മൾ എന്തെന്ന് പറയുക, ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്ലഷറിൻ്റെ അസിസ്റ്റൻസ്, കാനബീസൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. എന്നുവെച്ചാൽ എക്സസീവായിട്ട് പ്ലഷർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് ബാധിക്കും. എന്നുവെച്ചാൽ കൂടുതൽ ആൽക്കഹോൾ കുടിക്കുമ്പോൾ
ലിവർ ഡിസീസ് ഇതൊക്കെ വരില്ലേ, ലിവർ ഫെയിലിയറൊക്കെ വരും, അങ്ങനത്തെ ഒക്കെ. അതാണ് ജോയ്സൺസ്. പിന്നെ നമ്മുടെ ലാക്കൻ പറഞ്ഞത് അൺകോൺഷ്യസ് സ്ട്രക്ചേർഡ് ലൈക്ക് എ ലാംഗ്വേജ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ലാക്കൻ എങ്ങനെ നമ്മുടെ അൺകോൺഷ്യസ് ആദ്യം ആരാ പറഞ്ഞത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ റിപ്രസ്ഡ് ഡിസയേഴ്സ്, നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ അടക്കി വയ്ക്കും അങ്ങനെ മനസ്സിൽ. ദേഷ്യം ആയിക്കോട്ടെ, ഡിസയേഴ്സ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിനെയാണ് അൺകോൺഷ്യസ് എന്ന് പറയാം. പക്ഷേ ഈ അൺകോൺഷ്യസ് സ്ട്രക്ചർ ചെയ്തേക്കുന്ന ഒരു ലാംഗ്വേജ് പോലെയാണെന്ന് ലാക്കൻ പറഞ്ഞേക്കണത്. അതെന്തുകൊണ്ടായിരിക്കും? അതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് സിംബോളിക്കായിട്ട് കാണാമെന്ന് പറഞ്ഞില്ലേ ഇയാൾ, ആരാ? സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ സിംബോളിക്കായിട്ട് കാണുമ്പോൾ അത് മെറ്റഫറായിട്ട് നമുക്ക് കാണിക്കാം. കാരണം മെറ്റഫർ ഒരു സിംബോളിക്കായിട്ട് പറയുന്നതിലൊരു ടേമല്ലേ. പിന്നെ മെറ്റാണമി, ഡിസ്പ്ലേസ്മെൻറ്റ്, അതൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞത് ഇഡാണ്, ഇഡ്. അപ്പോൾ the id represents the primal instinctual drives that operate unconsciously, such as desires for pleasure, food and sex. It is governed by the pleasure principle, meaning it seeks immediate gratification. അപ്പോൾ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ പെട്ടെന്ന് ഈ ഫീലിംഗ് വന്നപ്പം ചെയ്യുന്ന അങ്ങനെ ഒരു നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഇഡിൽ വരും. അടുത്തത് ഈഗോ. അതൊരു മീഡിയേറ്ററാണ്. എന്നുവെച്ചാൽ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ. അത് സൂപ്പർ ഈഗോയും ഇഡിനും മീഡിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ഒരാളോട് ദേഷ്യം തോന്നി പബ്ലിക്കിൽ, പക്ഷെ പെട്ടെന്ന് നമുക്ക് അവിടെ വെച്ച് ആളിടിച്ചാലോ എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ നോക്കും. അത് ഈഗോ ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്. അതിനാണ് ഈഗോ എന്ന് പറയാം. അപ്പോൾ മൂന്നാമത്തെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ മൊറാലിറ്റി, അനുകമ്പക്കാരുണ്ട് എന്നൊക്കെ പറയില്ലേ. എന്നുവെച്ചാൽ കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ വരാം. എന്നുവെച്ചാൽ ഇഡ് എന്ന് പറയുമ്പോൾ തീരെ എഫേർട്ട് വേണ്ട, ഈഗോ എന്ന് പറയുമ്പോൾ കുറച്ച് എഫേർട്ട് വേണം, സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ കുറേ എഫേർട്ട് വേണം. അപ്പം അങ്ങനെ പഠിക്കുക. പിന്നെ നമ്മുടെ ഡ്രീം മെക്കാനിസത്തിൽ ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റ് കണ്ടൻറ്റും ലാറ്റൻ്റ് കണ്ടൻറ്റും ഉണ്ടെന്ന്. മാനിഫെസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ആ സർഫേസിലുള്ള സീനുകൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ലാറ്റൻ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹിഡൻ മീനിങ് എന്ന് വെച്ചാൽ ഡ്രീം കണ്ടാലും ഒരു സിനിമ കാണുന്ന പോലെ ഡ്രീം കണ്ടാലും നമുക്ക് അതിൻ്റെ ഹിഡൻ മീനിങ്സ് കുറച്ചും കൂടി ഡീപ്പായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് ലാറ്റൻ്റ് കണ്ടൻറ്റ്. പക്ഷേ ഈ ലാറ്റൻ്റ് കണ്ടൻറ്റ് മൂന്നെണ്ണമായിട്ട് തിരിക്കാം. ആദ്യത്തെ കണ്ടൻസേഷൻ എന്ന് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഐഡിയാസ് ഓർ സിമ്പിൾസ് കമ്പൈൻഡ് ഇൻ ടു വൺ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ രൂപം സ്വപ്നം കണ്ടെന്ന് വിചാരിക്കുക. ഒരു ഫ്രണ്ടിൻ്റെ സ്വപ്നം കണ്ടു, പക്ഷേ ആ ഫ്രണ്ടിൻ്റെ സ്വഭാവം നമ്മുടെ ബോസിൻ്റെ സ്വഭാവം ആയിരിക്കും. ഫ്രണ്ടിൻ്റെ ശരീരം ബോസിൻ്റെ സ്വഭാവം. അതെന്തുകൊണ്ട് അങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിനോടുള്ള ലോയൽറ്റി അന്ന് കാണിച്ചിട്ടുണ്ടാവും, അതിൻ്റെ തലേദിവസം കാണിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം ബോസിൻ്റെ വല്ല വഴക്കും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനത്തെ തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണും. അപ്പോൾ കണ്ടൻസ്ഡ് ആയിരിക്കും, രണ്ട് കാര്യങ്ങൾ മെർജാവും. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പറിൽ ആരെങ്കിലും ആയിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ആ ദിവസം കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിൽ നമ്മൾ ഏതെങ്കിലും കടയിൽ വല്ല സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ആ ഷോപ്പ് കീപ്പറായിട്ട് ആർഗ്യുമെൻ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും സ്വപ്നം കാണാം. അങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആവുക, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. മൂന്നാമത്തെ സിംബോളിസം ഇൻ ലാറ്റൻ്റ് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഇത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ശരിയാണെന്നല്ല ഞാൻ പറയണത്. ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്ത കുറേയൊക്കെ ഫ്രൂഡിൻ്റെ ഒക്കെ റൂൾ ഔട്ടാണ് ലാക്കിൻ്റെ ഒക്കെ. പക്ഷെ എപ്പോഴും നമുക്ക് പഠിക്കാണ്ടെന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. അപ്പോൾ സിംബോളിസം എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സെക്ഷൽ ഓർഗൻസ് നമ്മൾ എന്താ പറയുക ടണലും ടവേഴ്സും ഒക്കെ ആയിട്ട് കാണുമെന്നാണ് ഫ്രൂഡ് പറയുന്നത്. അങ്ങനെ സിംബോളിക്കായിട്ട് സ്വപ്നം കാണുമെന്ന് പറയുന്നത്.